സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നവർക്കും ഇനി പഠിക്കാൻ താല്പര്യമുള്ളവർക്കുള്ള ജനറൽ അവയർനെസ് പ്രോഗ്രാമാണ്. അല്പം ടിപ്സുകളാണ്. ഒരു തുടക്കക്കാരനെ ഇങ്ങനെ ഒരുപാട് സ്ക്രൂ ഡ്രൈവർ ഓരോന്ന് വാങ്ങുക എന്ന് പറയുന്നത് അവന് ഇതിന്റെ അളവ് അറിയില്ല, ഏത് ബിറ്റാണ് എന്നറിയില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കിറ്റ് മൊത്തമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ആ കിറ്റാണ് ഇത്. ഇതിൽ പല പല മോഡലുകൾ സ്ക്രൂ ഡ്രൈവറുകളാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. സ്ക്രൂ ഡ്രൈവറിന്റെ എല്ലാ സാധനങ്ങളും അടുത്ത് പിടിച്ചോളി. 1 2 3 4 5 6 7 8 9 സ്ക്രൂ ഡ്രൈവർ, പിന്നെ 2 നോസ് പ്ലെയർ, നോസല്ല ട്യൂസർ, ദെൻ ഒരു ചെറിയ കത്രി, പിന്നെ ഇതെന്താണ്, ഇതും കത്തി തന്നെ, ഓപ്പണർ, ഒരു ഓപ്പണർ, പിന്നെ ഇതെന്താ മോനെ, ഇത് ഓപ്പണർ തന്നെ. ഇത് പല്ല് വെക്കണ ബ്രഷല്ല, PCB ക്ലീനർ ചെയ്യാനുള്ള ബോഡിയും PCB ഒക്കെ പിന്നെ ഈ ആൾക്കോളൊക്കെ ഇട്ടിട്ട് തുടയ്ക്കുന്ന ഒരു ബ്രഷ്. ഒരു മിനിമം ഒരു ടെക്നീഷ്യൻ എടുത്തോളം ഇത് നിർബന്ധമാണ്. ഇത് വേണം. എന്തോ കുറച്ച് സാധനം ഇവിടെ വേറെ ഉണ്ട്. ഇത് നോക്കാം. നല്ലൊരു പൗച്ചിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതാ ഒരു കുഞ്ഞ് ഓപ്പണറും കൂടെ ഇതിൽ. അതുപോലെ ഇത് ഓപ്പണർ തന്നെയുള്ള അല്ലേ, ഇത് ഓപ്പണറാണ്. ഇത് പ്ലാസ്റ്റിക്കിന്റെ ഓപ്പണർ. കാരണം ക്രാച്ച് വീഴാതിരിക്കാനും ബോഡി പൊട്ടാതിരിക്കാനും എപ്പോഴും പ്ലാസ്റ്റിക് ഓപ്പണറാണ് യൂസ് ചെയ്യല്. ഇതെന്താ ഒന്നും കൂടി ഉണ്ട്. കത്തി ബ്ലേഡ് സെറ്റ്. ഇത് ഇതിലുണ്ടാവുമല്ലോ അല്ലേ, ഇങ്ങനെ മാറ്റിയിടുന്നതിൽ. അയ്യ, ഈ കത്തിയില് മാറ്റി ഇടുന്നതാണ് ഈ കിറ്റ്. ഇങ്ങനെ മൊത്തമായി ഒരു കിറ്റ് മൊത്തമായി ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. തുടക്കക്കാരൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല ക്വാളിറ്റിയിലൊക്കെ കുട്ടികൾ മേടിച്ചോളും. പഠിക്കുന്ന ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം, പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരു കിറ്റ് നോക്കാം. നമുക്കത് മടക്കി പൂട്ടാം. ഒരു വാച്ച് ഈസി ടൂൾ എന്ന ബ്രാൻഡാണ്. ഏത് ബ്രാൻഡായാലും ഉണ്ടെങ്കിൽ മേടിക്കുക. ഇവിടെ ബ്രാൻഡ് പരിചയപ്പെടുത്തുന്നില്ല. അടിപൊളി ഒരു കിറ്റ്, സൂപ്പറായി നമുക്ക് മടക്കി വെക്കാം, പോർട്ടബിളായി കൊണ്ട് നടക്കാം. അങ്ങനെയുള്ള തുടക്കക്കാർക്ക് ഇനി വേണ്ടത് നമുക്കിതിൽ എന്താ വേണ്ടത്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയിരുന്നു. എന്നാലും ഒന്നും കൂടി ഇങ്ങനെ വേണ്ടത്, കിറ്റ് പൂർത്തിയാവണമെങ്കിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞ് സോൾഡറിങ് വേണം. നേരെ പറയാം 220 വോൾട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ ഇൻവേർട്ടറിൽ ഇത് കുത്തി വർക്ക് ചെയ്യും. വലിയ പവറൊന്നും ഇതിന് വേണ്ട. പിന്നെ മൈക്രോ ടിപ്സ് ഇത് പോയാൽ നമുക്ക് മേടിക്കാം, മാറ്റി വാങ്ങാം. അതേപോലെ ഇത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യും. കറണ്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. കറണ്ട് ഇല്ലെങ്കിൽ 12 വോൾട്ട് കൊടുത്ത് ഒരു അഡാപ്റ്റർ കൊടുത്ത് അത് പ്രവർത്തിക്കും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേടെന്ന് വെച്ച് വലിച്ചേരുത്. പ്യൂർലി ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ് ഇതൊക്കെ. ഇങ്ങനെ ഒരു സോൾഡറിങ് ആണ്. ഇതും വേണം. പിന്നെ എന്താ വേണ്ടത്, ഒരു മൾട്ടിമീറ്റർ ഇല്ലേ, കുറഞ്ഞ ബഡ്ജറ്റിൽ മൾട്ടിമീറ്റർ തൊട്ട് ഒരു കിറ്റിന് ആവശ്യമുള്ളതാണ്. ഇതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിൽ തുടക്കക്കാരെപ്പോഴും ഇങ്ങനെ മേടിക്കും. 150 റുപ്യ കിട്ടാണ്ട് 200 റുപ്യ 250 റുപ്യ പല റേഞ്ചിലും പലതുണ്ട്. ചൈനീസ് സാധനമാണ്, വലിയ ക്വാളിറ്റി ഒന്നുമില്ല. തുടക്കക്കാർക്ക് ഇതാ നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇത് അറിയാണ്ട് അവിടെ ഇവിടെയൊക്കെ കുത്തി 220 220 കുത്തി നമ്മളെടുത്ത് അബദ്ധം പറ്റി കത്തിപ്പോകും. അപ്പൊ പഠിക്കണ വരെ ഇത് അത്യാവശ്യമാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അനലോഗ് കുറച്ചുകൂടി വിലയുള്ള ഒരു മീറ്റർ ആവാം. തുടക്കക്കാർക്ക് ഇങ്ങനെ ഒരു കിറ്റ് ആയാലും മതി. മൾട്ടിമീറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആവാം. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരും കടയിലൊക്കെ പോയി ചോദിച്ച്, ടൂൾസും സ്പെയറൊക്കെ വിൽക്കുന്ന കടയിലൊക്കെ പോയി ചോദിച്ച് പഠിക്കുക, വാങ്ങുക. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വീട്ടിൽ തന്നെ ഒരു സർവീസ് സെന്റർ ആയിട്ടും പഠിക്കുമ്പോൾ തന്നെ കുറേ കുട്ടികൾ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് ഫോണൊക്കെ റിപ്പയറിംഗ് ഒക്കെ, ചെറിയ റിപ്പയറിംഗ് ഒക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ വളരെ അത്യാവശ്യമായിരിക്കും. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നല്ല കിറ്റൊക്കെ വേറെ നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം.